ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും നോ അബൌട്ട് ഫാർമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദ മെത്തേഡ്സ് ഫോർ ഡ്രഗ് അഡ്മിനിസ്ട്രേഷനാണ്. നമ്മളിപ്പം എല്ലാവരും രോഗങ്ങൾ വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകും, മരുന്ന് വാങ്ങിക്കും, അത് കഴിക്കും അല്ലേ. പക്ഷേ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് കറക്റ്റ് നന്നായിട്ടുള്ള രീതിയിലല്ല അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റേതായ പാർശ്വഫലങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. നമ്മളിപ്പം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഓർഗനാണ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഐക്ക് ഇൻഫെക്ഷനൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണണം. എന്നിട്ട് നമ്മൾ ഐ ഡ്രോപ്പ് ഡോക്ടർ തരാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഐ ഡ്രോപ്പ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം, അത് യൂസ് ചെയ്യുമ്പോൾ അതൊരു ഐ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെറൈൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു ഐ ഡ്രോപ്പ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഫസ്റ്റ് നമ്മുടെ ഹാൻഡ്സൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക, നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് കഴുകി, നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും ലെൻസൊക്കെ ഉണ്ടെങ്കിൽ, കോണ്ടാക്ട് ലെൻസൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. പിന്നീട് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഡ്രോപ്പർ അത് നമ്മൾ ഡു നോട്ട് ടച്ച് ദ ഡ്രോപ്പർ ഓപ്പണിങ്. നമ്മൾ ആ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്രോപ്പറിൻ്റെ സൈഡിൽ അതിൻ്റെ ആ ഒരു മരുന്ന് തുള്ളി ഒഴിക്കുന്ന സൈഡിലൊന്നും തൊടാൻ പാടില്ല. പിന്നെ നമ്മൾ കണ്ണൊക്കെ നേരെ ഫോക്കസ് ചെയ്തിരിക്കണം. അതുപോലെ നമ്മുടെ ലോവർ ഐലിഡ്, നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള ഈ ഒരു ഐലിഡ് തുറന്ന് ഒരു പോക്കറ്റ് പോലെ ആക്കുക. എന്നിട്ട് അവിടെയാണ് നമ്മൾ ഈ ഒരു ഐ ഡ്രോപ്പ് ഒഴിക്കുന്നത്. അതുപോലെ ഈ ഐ ഡ്രോപ്പ് ഒഴിക്കുമ്പോൾ ഒരിക്കലും ആ ഡ്രോപ്പറിൻ്റെ ആ ഒരു ഭാഗം നമ്മുടെ കണ്ണിൽ ഒരിക്കലും ഒരു കാരണവശാലും തട്ടാനൊന്നും പാടില്ല. ഇനി നമ്മൾ എത്ര എമൗണ്ടാണ് ഒഴിക്കേണ്ടത്, പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് തന്നെ നമ്മുടെ ആ ഒരു കണ്ണിലേക്ക് ഒഴിക്കേണ്ടതാണ്. ഇനി അതിനുശേഷം ഈ കണ്ണിൽ നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് കണ്ണുകൾ പതുക്കി ഒന്ന് അടയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ ഈ ഒഴിച്ച ഡ്രോപ്പ് കൂടുതലാണെങ്കിൽ, എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ നന്നായിട്ടൊരു ടിഷ്യൂ ഒക്കെ വെച്ച് വൈപ്പ് ചെയ്യുക. ഇനി നമ്മൾ ഒരു ഡ്രോപ്പ് ഒഴിച്ച് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീടും കൂടുതലായിട്ട് ആ ഒരു ഡ്രോപ്പ് നമ്മുടെ കണ്ണിലേക്ക് ഒഴിക്കരുത്. ആ ഒരു വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ടായിരിക്കണം അതിലേക്ക് ഒഴിക്കേണ്ടത്. പിന്നെ എന്തെങ്കിലും ബേണിംഗ് സെൻസേഷനോ നമുക്ക് എന്തെങ്കിലും കണ്ണിന് ഇറിറ്റേഷനോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ഫാർമസിസ്റ്റിനെയോ ഡോക്ടറെ വിവരം അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണിലും ഈ ഒരു കണ്ണിലെ തുള്ളി ഒഴിക്കുമ്പോൾ, ഐ ഡ്രോപ്പ് ഒഴിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിരിക്കണം. പിന്നെ ഈ ഒരു ഐ ഡ്രോപ്പറിൻ്റെ എഡ്ജസിലോ താഴെയൊന്നും ഒരിക്കലും നമ്മുടെ കൈയൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മുടെ ഡ്രോപ്പറൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. ചില സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ ശരിക്കുമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നിന്ന് തരാറില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു കുഞ്ഞിനെ സ്ട്രെയിറ്റായിട്ട് നമ്മൾ കിടത്തിയിട്ട് ആ ഒരു കുഞ്ഞിൻ്റെ കണ്ണ് പതുക്കെ തുറന്നിട്ട് ആ ഒരു കണ്ണിൻ്റെ സൈഡിൽ, അതായത് ആംഗിൾ ക്ലോസ് ടു ദ നോസ്, നമ്മുടെ ഒരു ഇവിടെ ആംഗിൾ പോലെ കണ്ണിൻ്റെ ഇവിടെ അവിടേക്ക് ഈ താഴത്തെ ഐലിഡ് ഓപ്പൺ ചെയ്തിട്ട് വേണം ഈ ഒരു ഐ ഡ്രോപ്പ് ഒഴിക്കാൻ. അപ്പം ഈ ഒരു ഹെഡ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കുഞ്ഞിൻ്റെ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളെപ്പോഴും ഈ ഡ്രോപ്പറൊക്കെ നല്ല ക്ലീനായിട്ട് യൂസ് ചെയ്തിരിക്കണം. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ അറിയിക്കണം. പിന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. അതായത് കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.